നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദ്വാദശസ്കന്ധം 7-ാം അധ്യായം. 18 പുരാണങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പരമ്പര, നമുക്ക് ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ ഈ അറിവുകളെ എങ്ങനെയാണ് കിട്ടിയത് എന്നെല്ലാം പറയുകയാണ്. എല്ലാ വേദങ്ങളും അതാത് ശിഷ്യന്മാരാൽ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഋഗ്വേദം പൈലൻ, യജുർവേദം വൈശമ്പായനൻ, സാമം ജൈമിനി, അഥർവം സുമന്തു. അതിൽ അഥർവം സുമന്തു കബന്ധനെ പഠിപ്പിച്ചു. കൂടുതൽ പ്രയോഗം എന്ന നിലയ്ക്ക് കലികാലത്തിൽ അതാണ് വളർന്നത്. കുറേ ആൾക്കാർ ഏറ്റെടുത്തു നടത്തും. എല്ലാ വേദങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതിൽ 2 ശാഖ ഉണ്ടായി. ശുനകന് തന്നെ 2 ശാഖ ഉണ്ടായി. പിന്നെ സാവർണി, ആംഗിരസന്മാർ അതൊക്കെ പ്രചരിപ്പിച്ചു അഥർവവേദം. അതേപോലെ പിന്നെ പുരാണാചാര്യന്മാരായിട്ട് ത്രയ്യാരുണി, കശ്യപൻ, സാവർണി, അഗർതവ്രണൻ, വൈശമ്പായനൻ, ഹാരീതൻ, വ്യാസൻ ഇങ്ങനെയുള്ളവർ പുരാണാചാര്യന്മാരായിട്ട് പറയപ്പെടുന്നു. ഇന്നത്തെ പുരാണാചാര്യന്മാർ സ്വതേ കൃപര്, വിഭീഷണൻ, പരശുരാമൻ, അശ്വത്ഥാമ, ബലി, വ്യാസൻ, ഹനുമാൻ, ഇങ്ങനെ ചനി അടുത്ത മന്വന്തരത്തിൽ സപ്തർഷികളെന്നോ പുരാണാചാര്യന്മാരെന്നൊക്കെ പറയാം. ഏതായാലും വിദ്യയെയാണ് കൃപര് പറയുന്നത്. ഭക്തി വിഭീഷണൻ, ഇഹധർമ്മത്തെ പരശുരാമൻ, പക അശ്വത്ഥാമ, ദാനം ബലി, പരോപകാരം വ്യാസൻ, ദാസ്യം ഹനുമാൻ. അതേപോലെ മാർക്കണ്ഡേയന് അദ്വൈതവും പ്രചരിപ്പിക്കാൻ സാധിച്ചു എന്നെല്ലാം. അപ്പോൾ നമുക്കിതിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കിട്ടും. അത് നമ്മൾ നല്ലോണം മനസ്സിരുത്തണം. ഭാരതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1000 കഥകൾ 1000 തത്വങ്ങളിലൂടെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നെഗറ്റീവിനെ എടുത്തതാണ് നമുക്ക് കുഴപ്പമായത്. പോസിറ്റീവ്സ് ധാരാളം ഉണ്ടായത്. പോസിറ്റീവിനെ തിരഞ്ഞെടുക്കണം. നമ്മൾ ഏത് ഗ്രന്ഥമായാലും ശരി, നെഗറ്റീവിനെ ഒഴിവാക്കുകയും വേണം, പോസിറ്റീവിനെ എടുക്കുകയും വേണം. അത് നമുക്ക് പറ്റും. അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പുരാണങ്ങൾ 18 പുരാണം എന്നുള്ള സാമാന്യേന പറയുമ്പോൾ ശൈവം 6, ശാക്തേയം 6, വൈഷ്ണവം 6, ഇങ്ങനെ 18 പുരാണങ്ങൾ. പിന്നെ 18 ഉപപുരാണങ്ങൾ, 18 ഔപപുരാണങ്ങൾ. ഈ വ്യാസൻ 6 സംഹിതകളെയും നിർമ്മിച്ച് രോമഹർഷണ സൂതന് പഠിപ്പിച്ചു കൊടുത്തു. ത്രയ്യാരുണി മുതൽ ഇത് വ്യാസൻ മറ്റേ രോമഹർഷണ സൂതൻ വരെ എല്ലാം ഇത് പഠിച്ചു. അപ്പോൾ അച്ഛനിൽ നിന്നും പുരാണങ്ങളും ഇതൊക്കെ ഞാനും പഠിച്ചു. അച്ഛന് ഭാഗവതം കിട്ടിയില്ല, പക്ഷേ എനിക്ക് ഭാഗവതവും കിട്ടി എന്നാണ് ഉഗ്രശ്രവസ എന്ന സൂതൻ, രോമഹർഷണൻ്റെ പുത്രൻ, പറഞ്ഞത്. പുരാണങ്ങളുടെ ലക്ഷണങ്ങൾ പറയുന്നത് സർഗം, വിസർഗം, വൃത്തി, രക്ഷ, മന്വന്തരം, വംശം, വംശചരിതം, സൃഷ്ടി, സ്ഥിതി, ലയം, ഹേതു, അപാശ്രയം, ഇങ്ങനെ 10 ലക്ഷണം. നമ്മൾ സാധാരണ പ്രകാരം അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തരേശാനുകഥ നിരോധോ മുക്തിരാശ്രയ. ഇനി 5 ലക്ഷണം അങ്ങനെയുള്ള പുരാണങ്ങളുണ്ട്. അതിന് സർഗം, പ്രതിസർഗം, വംശം, വംശാനുചരിതം, മന്വന്തരം. ഇതിനെ ഉപപുരാണമായിട്ടാണ് പറയാറും. എന്നാലും മറ്റു പുരാണങ്ങൾക്കൊക്കെ ഈ 5 ലക്ഷണങ്ങളേ ഉള്ളൂ. ഭാഗവതത്തിന് മാത്രമേ 10 ലക്ഷണങ്ങളുള്ളൂ. അതുകൊണ്ട് ഭാഗവതം മാത്രം മഹാപുരാണം. ബാക്കിയുള്ളതിനൊക്കെ മഹാ എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കണമെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മഹാപുരാണം ഭാഗവതം മാത്രമേ ഉള്ളൂ. മൂലപ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ സച്ചിദാനന്ദ ഭാവം, ആ ഭഗവത് അനുഗ്രഹം, അത് ലഭിക്കണമെങ്കിൽ ഈ സൃഷ്ടി പ്രകരണം മുഴുവൻ സകലതും അറിയണം. പ്രകൃതിയിലേക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളെ ചേർത്തിട്ടാണ് നാനാത്വം ഭഗവാൻ ഉണ്ടായത്. അതുകൊണ്ട് മഹത്തത്വത്തിൽ നിന്ന് ത്രിഗുണം, സത്വരജസ്തമോ ഗുണങ്ങൾ ഉണ്ടായത് പ്രകൃതിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രകൃതിയിലേക്ക് ചേർത്തതിൽ ഏറ്റവും ഇവിടെ ആസക്തിയോട് കൂടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്മാത്രകളായിട്ട്, വിഷയങ്ങളായിട്ട്, ഗുണങ്ങളായിട്ടുണ്ടാക്കിയത് വന്നത് പൃഥിവ്യാപ് തേജോ വായു ആകാശ എന്നതിൻ്റെ ഈ തന്മാത്രകളായിട്ടുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ്. അത് മുഴുവൻ ദ്രവ്യം എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു. അത് തമോ ഗുണം. ഇത്
പ്രവർത്തിക്കാനും സ്വീകരിക്കാനുമായിട്ട് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായി. അത് രജോ ഗുണത്തിൽ നിന്ന്. സാത്വിക ഭാവത്തിൽ നിന്ന് അതിനെ പ്രേരിപ്പിക്കുക, അനുഭവിപ്പിക്കുക എന്നത് മനോബുദ്ധിർ അഹങ്കാര ചിത്തം കൊണ്ട് ജ്ഞാനത്തിലൂടെ അത് അറിഞ്ഞു പറയപ്പെട്ടു. പിന്നെ 14 അധിഷ്ഠാന ദേവതകൾ, ഇതെല്ലാം സാത്വിക ഗുണത്തിൽ നിന്നുണ്ടായി. മൂലപ്രകൃതിയിൽ നിന്നുള്ള ഈ ഉത്ഭവം അതിനെ സർഗം എന്ന് പറയണം. ഇത് താത്വിക സൃഷ്ടിയാണ്. ഈ താത്വിക സൃഷ്ടിക്ക് ഭാവങ്ങളില്ല. അത് പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മസൃഷ്ടിയായിട്ട് അതിന് ഭൂമിക്ക് ഭൂമിയുടെ രൂപം, അഗ്നിക്ക് അഗ്നിയുടെ രൂപം, ജലത്തിന് ജലത്തിൻ്റെ രൂപം ഒക്കെ ഉണ്ടായത്. അപ്പോൾ ജീവൻ പ്രകൃതി തത്വ സംയോഗം കൊണ്ട് കർമ്മഫലമായിട്ട് വിവിധ ശരീരത്തെ സ്വീകരിക്കുന്നതിനെ വിസർഗം എന്ന് അതിൻ്റെ രണ്ടാമത്തെ താത്വിക സൃഷ്ടി കഴിഞ്ഞിട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതിനെ വിസർഗം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ചരം, അചരം, സത്ത്, അസത്ത് തുടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളെല്ലാം, ദ്വന്ദ്വാദികളെല്ലാം, സസ്യം, ജന്തുക്കൾ, മണലി എല്ലാം ഉണ്ടായില്ലേ. മനുഷ്യന് മാത്രം വിശേഷ ബുദ്ധിയുണ്ട്, ബാക്കിയുള്ളവർക്ക് ആർക്കും വിശേഷ ബുദ്ധി ഇല്ല. അതേപോലെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഈ ശാസ്ത്രത്തെ മുഴുവൻ വേണ്ട രീതിയിൽ പഠിക്കാനും പ്രയോഗിക്കാനും കഴിവുള്ള ഭാവത്തിലാണ് മനുഷ്യനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. എന്നിട്ട് എന്തേ കാര്യം ഉണ്ടായേ? വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചുവോ? അത് കഷ്ടിയാണ്. അത് രജസ്തമോ ഗുണങ്ങളെ ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്നും മുക്തി നേടിയാലാണ് യഥാർത്ഥത്തിലുള്ള ഈ ജ്ഞാനത്തെ നമുക്ക് കിട്ടുള്ളൂ. അത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് സദ്ഗുരു സംഘവും സദ്ഗുരു സേവനവും ഈ അറിവ് തരുന്നതായിട്ടുള്ള ഗ്രന്ഥത്തെ ആശ്രയിക്കലും ഭാഗവതത്തെ ആശ്രയിക്കലും ആണ് വേണ്ടത് എന്ന് പ്രത്യേകം പറഞ്ഞു. ഇങ്ങനെ ആശ്രയിക്കൽ, അതേപോലെ ജീവനോപായത്തെ സമ്പാദിക്കൽ, ഇതൊക്കെ വൃത്തി എന്ന പേരിൽ പറയപ്പെട്ടു. മൂന്നാമത്തെ. ഇനി നാലാമത്തെ, ഭഗവാനാണ് രക്ഷകനായിട്ടുള്ളത് എന്ന് യഥാർത്ഥത്തിൽ അറിയുക, ഭഗവാന്റെ ലീലയാണ് എന്ന് പറയുക, അതിനെ രക്ഷ എന്ന് പറയണം. പിന്നെ മനു, മനുപുത്രന്മാര്, ഇന്ദ്രൻ, ദേവന്മാര്, സപ്തർഷികള്, ഒരു അംശാവതാരം, ഇങ്ങനെ ഒരുമിച്ച് ഇവരാണ് നടപ്പിലാക്കുന്നത്. അത് ഭഗവാന്റെ രക്ഷയെ ഇപ്രകാരത്തിലാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് മന്വന്തരം. അവരുടെ ജോലികളാണ് ഈ മന്വന്തരം, വംശപരമ്പരയൊക്കെ പറയുന്നത്. അതിൽ നിന്ന് സൂര്യവംശ, ചന്ദ്രവംശ രാജാക്കന്മാരൊക്കെ ഉണ്ടായി. അതാണ് ബ്രഹ്മാവിൽ നിന്നുണ്ടായ മനുവിൽ നിന്നുണ്ടായ രാജാക്കന്മാർ എന്ന നിലയ്ക്ക് വംശത്തെ പറയുന്നു. പിന്നെ ഭാവി കാല ചരിത്രത്തെ മുഴുവൻ പറയുന്നതാണ് അനുചരിത വംശം. അപ്പോൾ നമ്മൾ നേരത്തെ 100 കണക്കിന് വർഷങ്ങൾ ഇന്ന രാജവംശക്കാർ ഭരിച്ചു എന്നെല്ലാം, ഇനി ഭരിക്കും എന്നെല്ലാം ഭാവി കാലത്തിലും പറഞ്ഞു. അപ്പോൾ വംശാനുചരിതം എന്നുള്ളത് മനു തൊട്ടുള്ളവരുടെ പുത്രന്മാരാൽ ഭരിക്കപ്പെട്ടു ഭൂമിയെ. അത് രാജാക്കന്മാരായിട്ടും ഇനി വരുന്ന തലമുറയിലെ രാജാക്കന്മാരെയും പറയപ്പെട്ടു. അങ്ങനെ മന്വന്തരവും വംശവും വംശാനുചരിതവും ഈ ഭരണ സംവിധാനങ്ങളെയാണ് പറഞ്ഞത്. പ്രപഞ്ചത്തിൽ ഈ 4 തരത്തിൽ പ്രളയം, സൃഷ്ടി, സ്ഥിതി, ലയം, അതിനെ എല്ലാറ്റിനെയും കൂടിയിട്ട് സംസ്ഥ എന്ന് പറഞ്ഞു. പിന്നെ സർഗവിസർഗങ്ങൾക്ക് ഹേതു ജീവനാണ്. ജനിച്ചു കഴിഞ്ഞാൽ അവിദ്യ വളരും, കർമ്മബദ്ധനാവും. ജീവനെ ചൈതന്യ ദൃഷ്ടിയിൽ കണ്ടാൽ അനുശയി എന്ന് പറയും. ഉപാധിയോടെ കണ്ടു കഴിഞ്ഞാൽ അവ്യാകൃതം എന്ന് പറയും. അവ്യാകൃതം പ്രകൃതിയാണ്. അപ്പം ഈ ജീവൻ എത്ര കാലമാണോ ഈ സ്ഥാനത്ത് ജീവിക്കുന്നത്, അത്രയും കാലം ഈ ജീവന് ദേഹവുമായി ബന്ധപ്പെടാൻ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഹേതു. അപ്പോൾ 9ാമത്തെ ഹേതുവാണ്. ജീവന്റെ ബുദ്ധിയുടെ 3 അവസ്ഥ: ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, വിശ്വം, തൈജസം, പ്രാജ്ഞം. ഈ ഭാവത്തിൽ നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. ഇതിന് അവസ്ഥാത്രയം. അതിൻ്റെ കാരണക്കാരനായിട്ടുള്ള ഈശ്വരൻ
നിയന്ത്രാവ്, നിയന്ത്രിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അത് എത്തിക്കണം. എത്തണം എന്നുള്ള മോഹത്തെ, മുമുക്ഷുഭാവത്തെ അപാശ്രയം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് താത്വികമായിട്ടുള്ള ഭഗവത് സൃഷ്ടിയെ സർഗം എന്ന് പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവ് സൃഷ്ടിച്ചതിനെ വിസർഗം എന്ന് പറഞ്ഞു. ജീവിക്കുക എന്നതിൽ അതിന് വൃത്തി എന്ന് പറഞ്ഞു. രക്ഷിക്കുക എന്ന ഭാവത്തിൽ രക്ഷ എന്ന് പറഞ്ഞു. മനുവിലൂടെയാണ് ഈ മനുഷ്യരാശി അതിൻ്റെ ഉത്ഭവം. അതുകൊണ്ട് അവരുടെ നേതാക്കന്മാരെ, ഇന്ന ഇന്ന മനുക്കളുടെ കാലത്ത് എന്ന് എനിക്ക് മന്വന്തരത്തെ പറഞ്ഞു. മനുവിൻ്റെ വംശത്തെ, പ്രധാനപ്പെട്ടതായിട്ടുള്ള രാജാക്കന്മാരെ, വംശം ഒരു രാജാവ്, അതിൻ്റെ പിന്നത്തെ മൂത്ത മകൻ രാജാവ്, അങ്ങനെ വംശത്തെ പറഞ്ഞു. പിന്നെ വംശ അനുചരിതമായിട്ട് അനവധി രാജാക്കന്മാർ ഭാവിയിലും ഉണ്ടാകും എന്നെല്ലാം വംശാനുചരിതത്തെ പറഞ്ഞു. എവിടെയാണോ ജീവിച്ചത്, എത്ര കാലമാണോ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്, അതിനെ സംസ്ഥ എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാരണത്തെ ഹേതു എന്ന് പറഞ്ഞു. ലക്ഷ്യത്തെ അപാശ്രയം എന്ന് പറഞ്ഞു. അങ്ങനെ 10 സർഗം, വിസർഗം, വൃത്തി, രക്ഷ, മന്വന്തരം, വംശം, വംശാനുചരിതം, സംസ്ഥ, ഹേതു, അപാശ്രയം. നമ്മൾ ഭാഗവതത്തിൽ 2ാമത്തെ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമോദയ മന്വന്തര ഏശാനുകഥ നിരോധോ മുക്തിരാശ്രയ, അങ്ങനെ 10. വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? ഏശം ഒരു വിശദീകരണത്തിന് വ്യത്യാസം അത്രയേ ഉള്ളൂ. നാമരൂപങ്ങളോടെ ഓരോന്നിലും ഓരോന്നിനെയും നമുക്ക് അറിയാൻ സാധിക്കുന്നു. അത് അതിൻ്റെ സത്ത് എന്തോ അതാണ്, സത്താമാത്രമാണ്. ബ്രഹ്മാണ്ട ഉൽപ്പത്തിക്ക് കാരണം ഭഗവാന്റെ ഇച്ഛയായിട്ടുള്ള അതിനെ പ്രവർത്തിപ്പിക്കൽ, അത് പ്രപഞ്ചത്തെ ഉണ്ടാക്കി, ശരീരോൽപ്പത്തി ഉണ്ടാക്കി, അതേപോലെ തന്നെ നിലനിൽക്കുകയും നശിപ്പിക്കുകയും ഭഗവാൻ തന്നെ ചെയ്തു. സർവം ബ്രഹ്മമയമാണ് എന്ന് അറിയുകയും വേണം. എന്നാൽ ഇതിന് വേറിട്ടാണ് നിലനിൽപ്പ്, ഇതും അറിയണം. പിന്നെ ജാഗ്രതാദി അവസ്ഥാത്രയം വിട്ടുകഴിഞ്ഞാലാണ് ഈ യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട്, ആത്മവിചാരം കൊണ്ട് നമ്മെ ആ ചിത്തത്തിലുള്ള ഭഗവാനെ, വാസുദേവനെ നല്ലോണം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് അന്തർമുഖനായിട്ട് നിന്ന് അതിനെ ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് നമ്മെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് കർമ്മബന്ധങ്ങളെ മുഴുവൻ ഒഴിവാക്കി കാമവാക്കികളെ തീർത്തും ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മുക്തി കിട്ടും. വാസന പോലും തീരണം. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. ഈ ലക്ഷ്യത്തെ അറിയാൻ, ലക്ഷ്യത്തെ നേടാൻ 18 പുരാണങ്ങളിലൂടെ അറിവിനെ തന്നു. 18 പുരാണം, 18 ഉപപുരാണം, 18 ഉപപുരാണം, പിന്നെ 2 ഇതിഹാസങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്ത്, വേദങ്ങൾ, ധാരാളം ഉണ്ട് കേട്ടോ. എത്രയെത്രയോ ചോദിച്ചാൽ അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ, പഠനങ്ങൾ, ഇങ്ങനെ അനവധി ഗ്രന്ഥങ്ങൾ. അപ്പം അതിൽ അദ്വൈതം പറഞ്ഞു തന്നത് ഈ മാർക്കണ്ഡേയനാണ്. ആ മാർക്കണ്ഡേയൻ്റെ ചരിത്രത്തെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശൗനകാദി മഹർഷിമാർ പറയുകയാണ് സൂതനോട്, മാർക്കണ്ഡേയ ചരിതം ഒന്ന് കേൾക്കണം. അങ്ങയ്ക്ക് ദീർഘായുസ്സുണ്ട്, 1000 കൊല്ലം അങ്ങിനി മരണത്തെ പോലും ഭയക്കണ്ട, ഇവിടെ നിന്ന് ഭാഗവതം പറഞ്ഞാൽ മതി. സംസാരം കടത്തിവിടാൻ വേണ്ടിയിട്ട് വഴികാട്ടി തന്നതായിട്ടുള്ള അതിസമർത്ഥനായിട്ടുള്ള ഒരു കടലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഗംഭീരൻ ആയിട്ടുള്ള ഒരു കപ്പൽ, അതിന് ഓടിക്കാനുള്ള ഒരാൾ എന്ന കൂട്ടത്തിൽ, നദിയെ കടക്കാൻ ഒരു തോണിക്കാരൻ എന്ന കൂട്ടത്തിൽ, ഈ സംസാര സമുദ്രം കടക്കാനുള്ള തോണി കൊണ്ടുവന്ന അങ്ങ് തോണിക്കാരനാണ്. ഇപ്പം മായയെ കടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹത്തെ ശൗനകാദി മഹർഷിമാർ പറയാണ്, അങ്ങാണ് ഞങ്ങളുടെ ഗുരു. അങ്ങനെയുള്ള അങ്ങേത ഞങ്ങൾ നമസ്കരിക്കുന്നു, ഞങ്ങൾക്ക് ജ്ഞാനം തരണേ. ഭാഗവതം മുഴുവൻ പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ മാർക്കണ്ഡേയ ചരിതം കൂടി പറഞ്ഞു തരണം എന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. ഭൃഗുകുലത്തിൽ ജനിച്ചതായിട്ടുള്ള മാർക്കണ്ഡേയൻ പ്രളയാനുഭവത്തിൽ ക്ലേശിച്ച് ഒടുവിൽ ആലകൃഷ്ണനെ കണ്ട് പിന്നെ മഹാദേവൻ്റെ അനുഗ്രഹം നേടി
നരനാരായണന്മാരിൽ നിന്നാണല്ലോ ഈ മായ കാണുക എന്ന ഒരു വരത്തെ വാങ്ങിയത്. ഇതെല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ കൽപ്പത്തിൽ പ്രളയം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതാണ്. അപ്പോൾ സൂതൻ പറയുകയാണ്, ചോദ്യം നന്നായി. കാരണം ലോകത്തിന് മുഴുവൻ തെറ്റിദ്ധാരണകൾ വരാൻ വളരെ എളുപ്പമാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാലോ അതൊക്കെ ച്യുതി ആണ് പറയുക. അപ്പം അങ്ങനെ ച്യുതി വരാതിരിക്കാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഉത്തമമാണ്. കലിദോഷം പോലും നീങ്ങും. മൃഗണ്ടു അദ്ദേഹത്തിന് പത്നിയുണ്ട്, പുത്രനില്ല. അപ്പോൾ എന്താ പരിഹാരം വേണ്ട എന്ന് സ്വയമേവ ചിന്തിക്കുന്നു. എല്ലാ ജ്ഞാനവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുത്രൻ ഉണ്ടാവട്ടെ എന്ന നിലയ്ക്ക് മഹാദേവനെ തന്നെ ഭജിച്ചു. മഹാദേവൻ പ്രത്യക്ഷമായിട്ട് ചോദിച്ചു, ആയുസ്സുള്ള ചീത്തപുത്രൻ വേണോ അതോ അല്പായുവായിട്ടുള്ള സൽപുത്രൻ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ സൽപുത്രൻ മതി, അത് സംശയം തന്നെയില്ല എന്ന് പറഞ്ഞു. ശരി, 12 വയസ്സ് വരെ ആയുസ്സുണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ ബാലലാളനെ കാണാമല്ലോ, ശ്രീകൃഷ്ണനെ ഗോപികമാർക്ക് കിട്ടിയ പോലെ. ഏതായാലും ജാതകം നല്ലോണം ഒന്ന് വായിച്ചു. ഉണ്ണി ഉണ്ടായി. ശിവഭജനം ശരിക്കും വേണ്ട രീതിയിൽ ഉപകാരപ്പെട്ടു. അപ്പോൾ ഉണ്ണിയുടെ ഉപനയനാദി കാര്യങ്ങൾ, വിദ്യാഭ്യാസാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആ ഉണ്ണിയിൽ നിന്നും വേണ്ടത് കിട്ടുകയാണ് വേണ്ടത്. അപ്പോഴാണ് കാലം വന്ന് നിൽക്കുന്നത്. പിറന്നാളിൻ്റെ അന്നാണ്. അമ്മ ഉണ്ണിക്ക് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാലം പിന്നിൽ നിൽക്കുന്നുണ്ട്. ഊണ് കഴിഞ്ഞാൽ ഉണ്ണിയെ കൊണ്ടുപോകണം. അപ്പോൾ വയറ് ഒഴിയുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. ചില ശാസ്ത്രീയതായിട്ടുള്ള ആയുസ്സിന് വേണ്ടിയിട്ടും പലതും ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്തു. രക്ഷയാണത്. ആയുസ് മാത്രമല്ല, എല്ലാം ഒരു രക്ഷയാണ്. ജീവരക്ഷയുണ്ട്, ദേഹരക്ഷയുണ്ട്. തന്നോടുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം രക്ഷിക്കുക എന്നൊരു കണക്കുണ്ട്. അതിൽ നെഗറ്റീവ്സിനെ ഇല്ലാണ്ടാക്കലും ഒരു രക്ഷയാണ്. സാത്വികത വളർത്തൽ, ഇതൊക്കെ ഒരു രക്ഷയാണ്. അപ്പോൾ ഈ രക്ഷാകവചങ്ങളൊക്കെ ഈ ഊണിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും അത് ചെയ്യുന്ന സമയത്താണ് കാലം പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കാലനെ നോക്കണുണ്ട്, അമ്മ കരയണമുണ്ട്, ഉണ്ണിക്ക് വിളമ്പി കൊടുക്കണമുണ്ട്. ഉണ്ണി ചോദിച്ചു, എന്താ അമ്മയെ ചോദിച്ചു. അപ്പോൾ അതുവരെ ഒന്നും പറഞ്ഞില്ല. എന്നെ കൊണ്ടുപോകാൻ എന്താ കാലം വന്ന് നിൽക്കണം, നീ ഉണ്ടായതും ഞങ്ങളുടെ തപസ്സും മഹാദേവൻ്റെ അനുഗ്രഹവും ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലം മഹാദേവനെയാണ് ഇവര് തപസ് ചെയ്തിരുന്നത്. ഒപ്പം ഈ പഠനകാലത്ത് ഉണ്ണിയെ കൊണ്ടും ചെയ്യിച്ചായിരുന്നു. ഉണ്ണിയും അത് നന്നോലെ ചെയ്തത്. എന്തിനാണെന്നൊരു ചോദിക്കേണ്ടായിട്ടില്ല, ചോദ്യോത്തരം ഇല്ല. അപ്പോഴാണ് ഈ ഉത്തരം കിട്ടിയത്. എന്നെ കൊണ്ട് ഭജിപ്പിച്ചപ്പോൾ ഇതിനു വേണ്ടിയിട്ടാ എന്ന്. പക്ഷേ വിദ്യ സത്യമായിരുന്നു. അതുകൊണ്ട് ആ വിദ്യയുടെ ഫലം ഈ ഉണ്ണിക്ക് കിട്ടി. അങ്ങനെ ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ ആ ഭഗവാനെ തന്നെയാണല്ലോ ഇത്രയും കാലം ഭജിച്ചത്. അപ്പം ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഭഗവാൻ കൂട്ടിയാൽ പറ്റൂലോ. അതുകൊണ്ട് ഞാൻ ഭഗവാനെ ആശ്രയിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി. ക്ഷേത്രമുണ്ട്, അടുത്ത ശിവക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് ശ്രീലാകം തുറന്ന് അകത്ത് കടന്ന് ശ്രീലാകം തുറന്നിട്ട് അവൻ കിടക്കണ്ടാവുക. ഏതായാലും ബിംബത്തെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, എന്നെ രക്ഷിക്കണേ പറഞ്ഞു. ഭഗവാനെ പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയാ വിസ്തരിച്ച് പറയാം. ബ്രഹ്മാവസ്ഥയിലുള്ള ഭഗവാൻ ഇനി അഥവാ മരിക്കുകയാണെന്ന് വെച്ചാലും മുക്തി കിട്ടട്ടെ എന്ന നിലയ്ക്ക് മാർക്കണ്ഡേയൻ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് കാലം പിന്നാലെ ചെന്ന് കൊടുത്തൊരു കുത്ത്. ശൂലം കൊണ്ട്, ത്രിശൂലം കൊണ്ടാണ് കുത്തിയത്. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ച ഒരാളെ വധിക്കുമ്പോൾ ഭഗവാൻ സമ്മതാവോ? അപ്പോൾ ഭഗവാൻ ആ ശൂലം കൊണ്ട് വാങ്ങി ഈ മാർക്കണ്ഡേയന് കുത്ത് കൊള്ളാതെ കണ്ടും കാലനെ വധിച്ചു കൊണ്ടും കാലാരിയായിട്ട് മഹാദേവൻ അപ്പം തന്നെ തൻ്റെ ഭഗവത് അനുഗ്രഹം ഞാൻ ഇപ്രകാരത്തിലാണ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു കൊടുത്തു. ആ ശൂലം അങ്ങനെ ഒരു കുളമുണ്ട് അവിടെ, ആ കുളത്തിലിട്ടു. അപ്പോൾ 3-ാം ദിക്കണ് തുറന്നിട്ടാണ് വധിച്ചത് എന്നും ശൂലം കൊണ്ടാണ് വധിച്ചതെന്നും ഇവിടെ രണ്ടായാലും നമുക്ക് പരിഭ്രമമില്ല, രണ്ടായാലും നമുക്ക് ചർച്ചയുടെ ആവശ്യമില്ല. ഏതായാലും കാലൻ ഭസ്മമായി. കാലാരി എന്ന മഹാദേവന് പേരുണ്ടായി. മാർക്കണ്ഡേയൻ തപസ് വളരെയധികം ചെയ്തു. മഹാദേവനെയാണ് ഇത്രയും കാലം തപസ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ തപസ് ചെയ്തത് ബ്രഹ്മം എന്ന അവസ്ഥയിലാണ്. മഹാദേവനെ ബ്രഹ്മം എന്ന നിലയ്ക്കാണ് തപസ് ചെയ്തത്. അപ്പം അതുകൊണ്ട് പിന്നീട് വന്നത് പ്രത്യക്ഷനായത് നരനാരായണന്മാരാ മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ. എന്തോ ഒരു 6 കൽപ്പറ്റുണ്ട്. 6 കൽപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എത്രയാ വിചാരിച്ചില്ല. 2 കൽപ്പാണോ 6 ചതുർയുഗമാണോ എന്താ ആയിക്കോട്ടെ, എത്രയായാലും നമുക്ക് വിഷയമില്ല. അനവധി കാലം തപസ് ചെയ്തു എന്ന് മാത്രം കൂട്ടാം. അല്ലെങ്കിൽ 6
മന്വന്തരായിക്കോട്ടെ, പലതുണ്ടേ. എങ്ങനെയായാലും 6 മന്വന്തരക്കാലം തപസ് ചെയ്തതായിട്ടുള്ള മാർക്കണ്ഡേയന്റെ മുമ്പിൽ നരനാരായണന്മാർ പ്രത്യക്ഷപ്പെട്ടു. മാർക്കണ്ഡേയൻ അച്ഛനിൽ നിന്ന് വേദാദികൾ പഠിച്ചത് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് ബ്രഹ്മചര്യം, ധർമ്മം, ശീലമായിട്ടുള്ള ഉപാസന, ഇങ്ങനെയൊക്കെയാണ് തപസ് ചെയ്തത്. അപ്പോൾ ജഡാമരൗരി, ദണ്ഡ്, പൂണുനൂല്, കമണ്ടലു, മേഖല, 3 സന്ധ്യയ്ക്കും അതേപോലെ ഈ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ ഉണ്ട്. അഗ്നിഹോത്രാദി കാര്യങ്ങളോ അനവധി ഉണ്ടല്ലോ ഓരോ ദിവസത്തേക്ക് ചെയ്യേണ്ടത്. അത് മുഴുവൻ ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച ഒക്കെ നല്ലോണം ചെയ്ത് ബ്രാഹ്മണ പ്രീതിയൊക്കെ വരുത്തി ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് തപസ്. അപ്പം അതുകൊണ്ട് നിഷ്കാമമായിട്ടുള്ള തപസ്സാണ്. ഇവിടെ ആയുസ് തിരിച്ചു കിട്ടിയല്ലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല. നമ്മളെപ്പോലെ കല്യാണം കഴിക്കണമെന്നോ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ലെവലേശം ഇല്ലാത്ത ഒരാളാണ് മാർക്കണ്ഡേയൻ. കാരണം ഇത് സുരക്ഷിതമല്ല, ഇത് നശ്വരാണ്, എന്നിട്ട് വേണ്ടേനി. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ബ്രഹ്മത്തെയാണ് തപസ് ചെയ്തത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഫലമാണ് ആ തപസ്സിനൊക്കെ ഉണ്ടാവുക. എങ്ങനെയായാലും തപസ്സൊക്കെ ചെയ്തു. അപ്പോൾ ദിവസേന ഭിക്ഷ യാചിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയാണ് നിയമം. ചിലപ്പോൾ പറഞ്ഞാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ മരണത്തെ ജയിച്ചു. പുഷ്പഭദ്ര നദീതീരത്ത് ചിത്രശില എന്നൊരു ആശ്രമമുണ്ട്. അവിടെ ഒരു പാറയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം ഈ ഹിമാലയത്തിൽ അതിഗംഭീരമായിട്ടുള്ള തപസ്സാണ്. ബ്രഹ്മത്തെയാണ് കണ്ടത്. ത്രിമൂർത്തികളെ എന്നുള്ള നിലയ്ക്ക് തന്നെ അനുഗ്രഹിക്കണം സ്വതേ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഭഗവാൻ അവിടെ നരനാരായണന്മാരായിട്ട് ആണ് പ്രത്യക്ഷപ്പെട്ടത്. നിഷ്കാമമായിട്ടുള്ള തപസ്, 6 മന്വന്തര കാലത്തെ തപസ്. അപ്പോൾ 6ാമത്തെ മന്വന്തരത്തിൽ ഈ തപസ് ചെയ്യുന്ന സമയത്ത്, 7ാമത്തെ മന്വന്തരത്തിൽ ഈ തപസ് ചെയ്യുന്ന സമയത്ത് പുരന്ദ്രൻ എന്ന ഇന്നത്തെ ഇന്ദ്രൻ ഒരു സംശയം. ഈ മാർക്കണ്ഡേയൻ തപസ് ചെയ്യുന്നത് ഇന്ദ്രപട്ടം കിട്ടാൻ വേണ്ടിയിട്ടാവുമോ എന്ന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു, തപസ് മുടക്കാനായിട്ട്. അപ്പോൾ ഈ തപസ് മുടക്കാൻ അദ്ദേഹം കൂട്ടിയിട്ട് പറ്റിയില്ല. ഏതായാലും ഈ വസന്തവും അപ്സരസും ഗന്ധർവന്മാരും എല്ലാവരും എത്തി. അന്തരീക്ഷമൊക്കെ അതീവമായിട്ടുള്ള കാമത്തെ ഉണ്ടാക്കുന്ന രീതിയിൽ പക്ഷിമൃഗാദികളായാലും വൃക്ഷലതാദികളായാലും പഞ്ചഭൂതങ്ങളായാലും എല്ലാവരും ഒരേപോലെ തന്നെ ഈ പരീക്ഷിക്കുക എന്ന അവസ്ഥ. അപ്പോൾ മാർക്കണ്ഡേയനെ അത് ബാധിച്ചില്ല. കരിമ്പ് വില്ലിൽ സമ്മോഹനാസ്ത്രത്തെ തൊടുത്തു എന്നാണ്. അരവിന്ദം, അശോകം ച, മന്ദാരം, മുല്ല, നീലത്താമര, ഇങ്ങനെയൊക്കെയാണ് ഈ 5 പൂശരങ്ങൾ. അത് തൊടുത്തു കഴിഞ്ഞാൽ, കാമദേവൻ അത് തൊടുത്തു കഴിഞ്ഞാൽ ഈ കാമം ഉണരും. അപ്പോൾ ശോഷണം, മോഹനം, സന്ദീപനം, താപനം, ഉന്മാദനം എന്നൊരവസ്ഥയുണ്ടാവും ശരീരത്തിന്, വിജൃംഭണം. അതുകൊണ്ട് കാമം ഉണരും. അപ്പോൾ അപ്സരസുകളെ കണ്ടു കഴിഞ്ഞാൽ തപസ്സിന് ഭംഗം വരും. ഇങ്ങനെയൊക്കെയാണ് നിരീക്ഷിച്ചത്. പക്ഷേ അതൊന്നും അവിടെ സംഭവിച്ചില്ല. വസന്ത ഋതുവിലെ പോലെയാണ് ഈ മരങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആ സമയത്താണ് പുഷ്പിക്കുക, കായ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ 6 ഋതുക്കളുടെ ഗുണങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നു. ദോഷങ്ങളൊന്നും ഉണ്ടായതുമില്ല. സാമാന്യേന എല്ലാവർക്കും ആ സമയത്ത് ഒരു വീഴ്ച സംഭവിക്കാറുണ്ട്. ഇവിടെ അത് സംഭവിച്ചില്ല. അപ്പം ആ സന്ധ്യ കഴിഞ്ഞതായിട്ടുള്ള ആ രാത്രിയിൽ അഗ്നി തേജസ്സോട് കൂടിയിട്ട് മാർക്കണ്ഡേയൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പുഞ്ചികസ്ഥലി എന്ന അപ്സരസ് പ്രധാനിയായിട്ട് പലതും ചെയ്തു നോക്കി. ഡാൻസ്, അർത്ഥനഗ്നയായിട്ട്, അങ്ങനെ പലതും. അത് പുഷ്പവൃഷ്ടി, പാട്ട്, കൊട്ട്, നൃത്തം, നഗ്നത ഒക്കെ കണ്ടു. പക്ഷേ ഇതൊന്നും ഈ മാർക്കണ്ഡേയനെ ബാധിക്കുന്നില്ല കേട്ടോ. നല്ല സുഗന്ധമുള്ള കാറ്റ്, താള ലയ വാദ്യത്തോട് കൂടിയിട്ടുള്ള നൃത്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഈ കാമദേവൻ സമ്മോഹനം എന്നുള്ള പൂശരം കരിമ്പിൻ വില്ലിൽ കൊടുത്തത്. സകലതും നിഷ്ഫലമായി. ബ്രഹ്മതേജസ്സിന് മുമ്പിൽ ഇതൊക്കെ വെറും എന്താ പറയുക, ഉപകാരമില്ലാത്തതായിട്ടുള്ള വെള്ളത്തിൽ വരച്ച വരയായിപ്പോയി എന്നർത്ഥം. സംഘം മടങ്ങി. ഇന്ദ്രനാകെ വിഷമിച്ചു. എന്താ ഉണ്ടാവുകയെന്നാവോ വിചാരിച്ചിട്ട് ഇങ്ങടെ തന്നെ നോക്കി നിൽക്കുക. അപ്പോഴാണ് നരനാരായണന്മാർ വന്നത്. മാർക്കണ്ഡേയനെ വിളിച്ചു. നരനാരായണന്മാരുടെ ഒരു നീല നിറത്തിലുള്ള ഭാവം, അതേപോലെ താമരക്കണ്ണ്, 4 കയ്യ്, മാൻതോല്, മരവിരി, പൂണൂല്, പവിത്രം, കമണ്ടലു, ദണ്ഡ്, ജപമാല,
കൊടി കൃഷ്ണാഞ്ജനം, മേഖല തപസ് സ്വരൂപം, തപസ് സ്വരൂപം സ്വീകരിച്ചിട്ടായിട്ടുള്ള അഭാവം എല്ലാ ദേവകളാലും പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ കണ്ട് മാർക്കണ്ഡേയൻ വേഗം എഴുന്നേറ്റ് നല്ലോണം സ്തുതിച്ചു. എത്രയാ സ്തുതിച്ചതെന്ന് ചോദിച്ചാൽ നിശ്ചയം. അങ്ങനെയാണ് സ്തുതിച്ചത്. അപ്പോൾ അവിടെ ഭഗവാന്റെ രൂപത്തെ ഒന്നിങ്ങനെ പറയുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പാശന നരനാരായണന്മാർ എന്നുള്ളത് ഭഗവാൻ തന്നെയാണല്ലോ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പാശന നാരായണ 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 നാരായണ. തൗ ശുക്ലകൃഷ്ണൗ നവകഞ്ചലോചനൗ ചതുർഭുജൗ രൗരവവൽക്കലാംബരൗ പവിത്രപാണി ഉപവീതകം ത്രിവൃത് കമണ്ഡലും ദണ്ഡമൃജും ച വൈണവം പത്മാക്ഷമാലാമുദജന്തുമാർജനം വേദം ച സാക്ഷാൽ തപ ഏവ രൂപിണൗ തപത്തടിദ്വർണ്ണ പിശങ്കരോജിഷാ പ്രാംശോ ദധാനൗ വിബുധർഷഭാർച്ചിതൗ. ആ രീതിയിലാണ് ഭഗവാന്റെ രൂപത്തെ, തപസ്വിയായിട്ടുള്ള രൂപത്തിലാണ് ഭഗവാൻ വന്നതെന്ന്. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. കാരണം ഈ തപസ് ചെയ്യുന്ന മാർക്കണ്ഡേയനും തപസ്വിയായിട്ടുള്ള ഈ നരനാരായണന്മാരും ഒരേപോലെ, ഒരു വ്യത്യാസമില്ല സ്വഭാവത്തിലുമെല്ലാം. അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം മാർക്കണ്ഡേയൻ കണ്ണ് തുറന്നു, ഭഗവാനെ കണ്ടു, പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു, പൂജിച്ചു, എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ. പ്രത്യേകമായിട്ട് ദർഭപ്പുല്ല് കൊണ്ടൊരു പായക്കെട്ട് പാദമൊക്കെ കഴുകി 16 ഉപചാരത്തോടെയാണ് പൂജ ഉണ്ടായത്. വീണ്ടും വീണ്ടും നമസ്കരിച്ചു, നന്നായിട്ട് സ്തുതിച്ചു. സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് പ്രേരിപ്പിച്ചിട്ട് ഈ പ്രാണൻ ബ്രഹ്മാണ്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശരീരത്തോട് കൂടിയിട്ട്. എന്നിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പ്രാണന്റെ ഈ ചലനം ഇപ്രകാരത്തിൽ ദേഹത്തോടു കൂടി ചേർന്നുകൊണ്ട് ഈ ജീവൻ ഇങ്ങനെ സംസരിക്കുക. അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ലേ ബ്രഹ്മാവായാലും ശിവനായാലും ഒക്കെ വരണത്. എൻ്റെ ഈ വാക്കും അങ്ങയാൽ നിശ്ചയിച്ചതാണ്. ഇപ്പോൾ എൻ്റെ ഈ അങ്ങയെ കാണലും അത് അങ്ങയാൽ നിശ്ചയിച്ചതാണ്. അങ്ങ് ജീവാത്മാവിൻ്റെ ബന്ധുവാണ്. 3 താപങ്ങളൊക്കെ തീർത്ത് ത്രിമൂർത്തി ഭാവത്തിൽ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന, മോക്ഷത്തെ കൊടുക്കുന്നതായിട്ടുള്ള ഭഗവത് അനുഗ്രഹത്തെ അവതാര സ്വരൂപങ്ങളായിട്ട് അവർക്ക് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നതായിട്ടുള്ള അങ്ങയെ ഞാനിതാ, സർവ്വ അന്തര്യാമിയായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കണം. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മബന്ധമൊന്നും വരില്ലല്ലോ. സായുജ്യം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് യാഗ, യജ്ഞ, പൂജ, കീർത്തനാദികൾ, നാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അത് ഭഗവാൻ അർപ്പിതമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭയങ്ങളും തീരുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അങ്ങയെ നമസ്കരിക്കണം. ബ്രഹ്മാദികൾ പോലും ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരെ ഈ ഭയത്തെ ഇല്ലാണ്ട് രക്ഷപ്പെടണമെങ്കിൽ അങ്ങയെ ആശ്രയിക്കാതെ കണ്ട് എങ്ങനെയാ? അഷ്ടദിക്ക് പാലകന്മാരായാലും ബ്രഹ്മാവും ശിവനായാലും ഒക്കെ അങ്ങയെ പേടിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളെ ചെയ്യണം. എന്നിട്ടും എന്തുകൊണ്ടോ വിശേഷബുദ്ധി ഇല്ലാത്തതുകൊണ്ടാവാം നമ്മളത് ചെയ്യണില്ല. അപ്പം അങ്ങനെ ചെയ്യാനൊരു പ്രേരണ തരുന്നതും ഭഗവാൻ തന്നെയാണ്, പ്രേരിപ്പിക്കാത്തതും ഭഗവാനല്ലേ. ഈ ജീവാത്മാക്കൾ മായ കൊണ്ട് അങ്ങയെ മറന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം അങ്ങയെ മറക്കാതിരിക്കാൻ ആ മായ അവരിൽ നിന്നും പിൻവലിക്കണം. എന്നാലോ യഥാർത്ഥ ഭക്തന് അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ച് മുക്തി ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അതാണ് അഭ്യുദയം നിശ്രേയസം. സത്വഗുണ വളർച്ചയ്ക്ക് സാത്വികമൂർത്തികളായിട്ടുള്ള ഈശ്വര അംശത്തെ ഭജിക്കുക. ഭഗവാനെ സ്മരിച്ചാൽ ഈ അവതാരമൂർത്തികളെയൊക്കെ ഭജിച്ചാൽ മതി, അതൊക്കെ സാത്വിക. അപ്പോൾ നരനാരായണന്മാരായിട്ടുള്ള അങ്ങ് സർവ്വവ്യാപിയായിട്ടുള്ള ഈ ഋഷികേശനായിട്ടുള്ള പരമഗുരുവായിട്ടുള്ള ഹൃദയസ്ഥനായിട്ടുള്ള ബ്രഹ്മാണ്ട അധിപതിയായിട്ടുള്ള അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ പ്രകൃതിക്ക് അതീതനാണ്, മായയ്ക്ക് അതീതനാണ്. അങ്ങയെ ആർക്കേലും കാണാൻ സാധിക്കുമോ? സർവമായ കൊണ്ട് മറയ്ക്കപ്പെട്ടതല്ലേ. അങ്ങയുടെ കൃപ കൊണ്ടല്ലേ ബ്രഹ്മാവിന് പോലും അങ്ങയെ കാണാൻ സാധിക്കുന്നത്. ആത്മദർശനം വേദം കൊണ്ടല്ലേ കിട്ടുള്ളൂ. ഈ വേദ അർത്ഥം അത് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പരമാത്മാവായിട്ടുള്ള അങ്ങല്ലേ ഓരോരുത്തരും ഒളിഞ്ഞിരുന്നു കൊണ്ട് സാക്ഷിയായിട്ട്
പല പല പ്രേരണകളും ചെയ്തുകൊണ്ട് ഈ പ്രാരബ്ധത്തെ ഭുജിപ്പിക്കുന്നത്, അങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, എനിക്കും അങ്ങയെ ആശ്രയിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങയെ നമസ്കരിക്കണം. അപ്പം അതുകൊണ്ട് എന്നെ അങ്ങ് രക്ഷിക്കുക തന്നെ വേണം. എല്ലാ അർത്ഥത്തിലും അങ്ങ് എന്നെ രക്ഷിക്കണം. ഇപ്പം ഇവിടെ ഒരു ബ്രാഹ്മണനായിട്ട് എത്തണമെങ്കിലത്തെ ഒരു വിഷമം, മാർക്കണ്ഡേയൻ ഭഗവാനോട് പലതും പറഞ്ഞു. ഭഗവാൻ ഇനി ആ അനുഗ്രഹിക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ബ്രാഹ്മണനായിട്ടുള്ള ഈ മാർക്കണ്ഡേയൻ മഹാദേവനിൽ നിന്നും അനുഗ്രഹം വാങ്ങിയിട്ട് കാലൻ്റെ ഈ മരണം എന്നുള്ള അതിനെ തരലിനെ പോലും മൃത്യുവെ ജയിച്ചയാളാണ്. ശൂദ്രനായിട്ട് ജനിച്ച് ദ്വിജനായിട്ട് മാറി വിപ്രനായി ബ്രഹ്മചാരി, വൈദികൻ, പുരോഹിതൻ, ശ്രോത്രികൻ, മുനി, ഋഷി, ബ്രാഹ്മണൻ, ബ്രഹ്മവിത്തവൻ, ബ്രഹ്മഋഷി, അങ്ങനെയാണ് ഇപ്പം അദ്ദേഹം ഇരിക്കുന്നത്. അവിടെയാണ് നരനാരായണന്മാർ വന്നത്. ഈ മാർക്കണ്ഡേയൻ്റെ സ്വഭാവത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരു ശുശ്രൂഷ, വിനയം, ശമം, ദമം, സ്ത്രീ സംഘവർജ്യം, മൗനം, ഗായത്രി ജപം, വേദപാഠം, ദേവപ്രീതി ലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഭിക്ഷ യാചിക്കൽ, മിത ആഹാരം, ചിലപ്പോൾ ആഹാരം കഴിക്കാതിരിക്കൽ, അത് സാത്വികമായിട്ടുള്ള ആഹാരം, ഏറ്റവും സാത്വികമായിട്ടുള്ള ഈ യാഗത്തിന് വിധിച്ച പ്രകാരമുള്ള ബ്രാഹ്മണ വേഷഭൂഷങ്ങൾ അങ്ങനെയാണ്. ബ്രഹ്മത്തിൽ സദാസമയത്ത് മനസ്സ് ലയിപ്പിക്കൽ, ഇങ്ങനെയൊക്കെയാണ് മാർക്കണ്ഡേയൻ തപസ് ചെയ്തതേ. അപ്പോൾ ലൗകിക സമ്പ്രദായത്തിലാണ് തപസ്. പക്ഷേ ആസക്തി ഇല്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥാദി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രഹ്മചര്യം, സന്യാസം ഈ രണ്ടിനെയും ഒരേപോലെ സ്വീകരിച്ചുകൊണ്ടാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. അത്ര ആർക്കും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഭഗവാന്റെ ഈ അനുഗ്രഹം തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നാരായണനായിട്ട് വന്നു മാർക്കണ്ഡേയനോട് ചോദിച്ചു, എന്താ അങ്ങേക്ക് വരം വേണ്ടത് ചോദിച്ചു. അപ്പോൾ മഹർഷി പറയാണ്, അങ്ങയുടെ ദർശനമാണല്ലോ വരം. രൂപം കണ്ടു, സംവരിച്ചു, പാദം കഴുകി, പൂജിച്ചു, എനിക്ക് അനുഗ്രഹത്തെ ഭഗവാൻ തന്നു കഴിഞ്ഞു, ദ്വന്ദ്വം കടന്നു. പക്ഷേ എങ്കിലും ഈ സജ്ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തന്മാർ, അതേപോലെ തന്നെ അഭക്തന്മാർ, ഇവരൊക്കെ ഈ മായയിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടല്ലേ. ആ മായയുടെ സ്വരൂപം സ്വത എന്താ? മായ സ്വത അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാവും എന്നൊന്ന് അനുഭവിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നരനാരായണന്മാർ മറഞ്ഞു. പിന്നെ വിശദീകരണങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ മാർക്കണ്ഡേയന് ഭഗവാൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ നോക്കി ഒന്ന് നമസ്കരിച്ചു. വീണ്ടും തപസ്സിന് യാതൊരു വ്യത്യാസമില്ലാതെ കണ്ട് അത് തുടർന്നിരുന്നു. അതങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് സദാസമയത്തും ഭഗവാനെ, അപ്പോൾ നരനാരായണന്മാരെ മാത്രമേ കാണുന്നുള്ളൂ ആ മട്ടായി. ബാക്കിയുള്ളതൊക്കെ വിട്ടു. എല്ലാം ഈ നാരായണനിലുണ്ട് എന്നതുകൊണ്ട് വേറൊന്നിനെ കാണണ്ട. ഒരു വിരാട് രൂപമാണ്. അപ്പം അതുകൊണ്ട് ശിവനും ഉണ്ട്, വിഷ്ണു ഉണ്ട്, ബ്രഹ്മാവും ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, എല്ലാവരും അതിലുണ്ട്, ബ്രാഹ്മണരുണ്ട്, ഒക്കെ അതിലുണ്ട്. അപ്പം അത് കാരണം നാരായണനെ മാത്രം കണ്ടുകൊണ്ടിരുന്നു. എല്ലാ പൂജയും ഒരു തെറ്റും ചെയ്യാതെ കണ്ട് ചിലപ്പോൾ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ ദിവസങ്ങളൊക്കെ പോകും, അതൊന്നും അറിയില്ല. എങ്കിലും പൂജ പോലും മറന്ന് സമാധിലയം സദാസമയത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മായ ഭഗവാൻ പ്രയോഗിച്ചത്. കൊടുങ്കാറ്റ്, മഴ, സകലതും മൊത്തം ഇരുട്ട്, മിന്നലുണ്ട്, ഇടയ്ക്ക് അപ്പോൾ പ്രകാശമുണ്ട്, പിന്നെ മഴ, പ്രളയം. അതെങ്ങനെ? സാമർത്ഥ്യ മേഘങ്ങളെ കൊണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് പൊങ്ങി വെള്ളം ഇങ്ങനെ പൊന്തി കുളവും കിണറും തടാകവും സമുദ്രം ഒന്നായി, ഭൂമി മുങ്ങാറായി, പർവ്വതങ്ങളൊക്കെ അതിൽ ലയിക്കാൻ പോവുകയാണ്. ഒക്കെ മുങ്ങുക. മാർക്കണ്ഡേയൻ ഇരിക്കുന്ന ആ സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മുങ്ങി. അത്രയും ഉയരത്തിലാണ്. ക്രമേണയായിട്ട് ആ സ്ഥലവും മുങ്ങി. അപ്പോൾ മാർക്കണ്ഡേയൻ വെള്ളത്തിലായി. അപ്പോൾ നീന്താൻ തുടങ്ങി. എവിടെയും കര കാണാനില്ല. കൂരാക്കൂരി ഇരുട്ട്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, പരവേശമുണ്ട്, പരിഭ്രമമുണ്ട്, ഒക്കെ ഉണ്ട്. എവിടേക്കാണ് നീന്താൻ നിശ്ചയില്ല. ഈ ജലത്തിലാണെച്ചാലോ തിമിംഗലം മുതലാ തൊട്ടിട്ട് സഹിക്കാൻ പറ്റാത്തതായിട്ട് പലതുമുണ്ട്. ചുഴിയുണ്ട്, തിരമാലുണ്ട്. എന്തെങ്കിലും ഒന്ന് രക്ഷാമാർഗമായിട്ട് ഒരു പുൽക്കൊടി പോലും കാണാനില്ല. മരക്കമ്പ് അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെയൊക്കെ സ്വതേ ഉണ്ടാവാറുണ്ട്. അതൊന്നും കാണാനില്ല. ഒന്നും കാണാനില്ല. രക്ഷാമാർഗമായിട്ട് ഒന്നും കാണാനില്ല. ശരിക്കും അങ്ങോട്ട് ബാധിച്ചിറക്കണം. അപ്പോൾ രോഗം വന്നു, ഭയം വന്നു, ആർത്തനായി. ഇനി എന്ത് വേണം? ആത്മസ്വരൂപത്തെ മറന്നു. മുങ്ങ പൊങ്ങ.
പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജനിക്കുക മരിക്കുക പലതും ഉണ്ട്, പലതും കണ്ടു. അങ്ങനെ എത്ര കാലമാണോ വേണ്ടത് വെച്ചാൽ അത്രയും കാലം, ഒരു കൽപ്പകാലം എന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഒരു മന്വന്തരം എന്ന് കൂട്ടിക്കോളൂ, ഏതായാലും അത്രയും കാലം കണ്ടു. അതിൽ കിടന്ന് ബുദ്ധിമുട്ടി എന്ന് സാരം. അങ്ങനെ മായയുടെ ഒരു ഇത്ര കാലം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തെ മറികടന്നു. ആ നിയമം അത്രയും കാലം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു ആല് കണ്ടത്. ആലിൻ്റെ വടക്ക് കിഴക്ക് കൊമ്പിൽ ഒരു ഇലയിൽ അതീവ പ്രകാശത്തെ പുറമേക്ക് കൊടുക്കുന്നതായിട്ടുള്ള രീതിയിൽ ഒരു തേജസ് കണ്ടു. അവിടെ അടുത്ത് ചെന്നപ്പോഴാണ് ഒരു ഉണ്ണിയാണ്. ആലിലയിൽ ഒരു കൃഷ്ണൻ ശയിക്കുന്ന രീതിയിലാണ്, കൃഷ്ണസ്വരൂപമാണ് കണ്ടത്. ചെറിയ ഉണ്ണിയായിട്ടുള്ള രൂപം, ഒരു മാസത്തിൽ താഴെയുള്ള ആ രീതിയിൽ എത്രയായിട്ടുള്ളൂ. ഒരു കാല് മറ്റേ ചുണ്ടിൽ വെച്ചിട്ടുണ്ട്, മറ്റേ കാല് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. നീല നിറത്തിലുള്ള താമരമുഖം, ശംഖ് കഴുത്ത്, വിരിഞ്ഞ മാറ്, ഉയർന്നതായിട്ടുള്ള നാസിക, നല്ല കാത്, പവിഴച്ചുണ്ട്, മായപ്പുഞ്ചിരി, ചെന്താമര കണ്ണ്, കാരുണ്യ നോട്ടം, 3 വരിയുള്ള ഉദരം, നാഭി 2 കൈ കൊണ്ടും മറ്റേ വലത് കാൽ പിടിച്ച് പെരുവെല്ലിങ്ങനെ കുറേശ്ശെ നക്കുന്നുണ്ട്, ഇടത് കാല് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ടതായിട്ടുള്ള ആ ഉണ്ണി കൃഷ്ണനെ, ആലിലെ കൃഷ്ണനെ ഭഗവാൻ, ഇത് ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ ജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വേഗം അങ്ങോട്ട് ചെന്നു ആശ്രയിക്കാൻ വേണ്ടിയിട്ട്, കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ അടുത്തെത്തി, രോമാഞ്ചണ്ടായി. നല്ല വെള്ളത്തിലാട്ടോ കിടക്കണേ. രോമാഞ്ചണ്ടായി ഇതാരാണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അടുത്തെത്തിയപ്പോഴേക്കും ഉണ്ണി ശ്വാസം അകത്തേക്ക് എടുത്തു. ഒരു വലിച്ചപ്പോൾ ഈ മാർക്കണ്ഡേയൻ അകത്തേക്ക് എത്തിയപ്പോൾ അവിടെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ 14 ലോകത്തെയും കണ്ടു. അനവധി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ബ്രഹ്മാണ്ട തത്വത്തെ മുഴുവൻ കണ്ടു എന്നാണ്. അപ്പം അതിൽ മായയാണ് ആദ്യത്തെ തത്വം. പിന്നെ സൂത്രാത്മാവായിട്ട് ഭഗവാനും ഉണ്ട്. മഹതത്വമായിട്ട് ഈ ജീവതത്വം. അതിനുശേഷം അഹം എന്ന തത്വത്തെ കണ്ടു. പിന്നെ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെയും കണ്ടു. മായ, സൂത്രാത്മ, മഹത്ത്, അഹം, 5 തന്മാത്ര, ഇങ്ങനെ 9 തത്വങ്ങളുള്ള ബ്രഹ്മാണ്ടം, വിരാട്ട്, സ്വരാട്ട്, പ്രകൃതി, വിശ്വം എന്നുള്ള അവസ്ഥത്തിൽ ഈ വിശ്വരൂപനെ കണ്ടു. അപ്പോൾ ഇത് മുഴുവൻ മനസ്സിലായി. കാലം, തത്വം, ഗുണം, വസ്തു, വേദം, വർണ്ണം, ഭൂമി, സൂര്യചന്ദ്രന്മാർ, ജ്യോതിർഗോളങ്ങൾ, ഗ്രഹം, നക്ഷത്രം, നദി, പർവ്വതം, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ, ഹിമാലയാലും വേണ്ടില്ല, ബാക്കി ഏതായാലും വേണ്ടില്ല, എല്ലാം കണ്ടു. അവിടുന്ന് പുറത്തേക്ക് വന്നു. ഭഗവാൻ ശ്വാസം അകത്തേക്ക് വലിപ്പിച്ച ഉള്ളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടുന്ന് പിന്നെ ശ്വാസം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിട്ടപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ അതേ മായ. ആലിലെ കൃഷ്ണനുണ്ട്, താനുണ്ട്, ഈ വെള്ളമുണ്ട്. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ തവണ ഉണ്ടായി. അവിടെ നിന്ന് ഭഗവാന്റെ ഈ അനുഗ്രഹാദി ലീലകളെ ചോദിക്കലോ പറയലോ യാതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മായ നല്ലോണം കണ്ടു, മനസ്സിലായി, ആകെ വിഷമിച്ചു. ഭഗവാനെ നല്ലോണം ധ്യാനിച്ചു, നാരായണനെ. നമ്മൾ നേരത്തെ നാരായണനെയാണല്ലോ കണ്ടത്. അപ്പോൾ ഈ കണ്ട വിരാട്ട് രൂപം അതങ്ങനെ 9 തത്വങ്ങൾ നേരെ നാരായണനായിട്ട് മാറി. നാരായണനെ മാത്രം മനസ്സിൽ കണ്ടു. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ പുഷ്പഭദ്ര നദി ഉണ്ട്, ആ ചിത്രശില എന്നുള്ള അതുണ്ട്. അവിടെ പാറപ്പുറത്ത് മറ്റ് ഋഷികളെല്ലാം അപ്പുറത്തുപുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ശിഷ്യന്മാർ താൻ അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ക്ഷണം കൊണ്ട് ഈ ഇത്രയും വലിയ മായയെ മുഴുവൻ കണ്ടു. എത്ര കാലം അനുഭവിച്ച ചോദിച്ചാൽ നിശ്ചയില്ല, ദുഃഖ ദുരിതാദികൾ അതെല്ലാം ആലോചിച്ചു ഒന്ന് ചിരിച്ചു. ഓ, ഇതാണല്ലേ മായ. ഇപ്പോൾ പ്രളയജലത്തിൽ മാർക്കണ്ഡേയൻ ആ ആലിലെ കൃഷ്ണനെ കണ്ടത് മാത്രം ബാക്കിയുണ്ട്. ബാക്കിയുള്ള മായയും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ആലിലെ കൃഷ്ണനെ എല്ലാവരും ഏറ്റെടുത്തു. ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാവരും ആലിലെ കൃഷ്ണനെ ഏറ്റെടുത്തു. പക്ഷേ മായ എന്നുള്ളത് ലവലേശല്യാണ്ടേ ഇന്ദ്രിയത്തെ ജയിച്ചതായിട്ടുള്ള ഈ മാർക്കണ്ഡേയന് പിന്നെ ബാക്കിയൊന്നുമില്ല. അപ്പം ഇത് തന്നെയാണ് മായ എന്നുള്ളത് മനസ്സിലായി. തൻ്റെ സന്ധ്യാവന്തനം തൊട്ടുള്ള സകല കാര്യങ്ങളും പിന്നീട് വളരെ സംയമന ബുദ്ധിയോട് കൂടിയിട്ട് ഭഗവാൻ നാരായണനെ തന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. വീണ്ടും തപസ് അനവധി കാലം. ഇപ്പം മായയുടെ വിഷമങ്ങളെ മുഴുവൻ മാർക്കണ്ഡേയനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മായാധിനാഥൻ
നാരായണൻ അത് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നാരായണനിൽ അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് വീണ്ടും തപസ് തുടർന്നു കൊണ്ടേയിരുന്നു. യഥാർത്ഥത്തിൽ മായ ഇല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം ഈ വിദ്വാൻമാർ പോലും നാരായണൻ്റെ ഈ മായയിൽ മോഹിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്രകാരത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത് ചെയ്തത്. വിദ്വാൻമാരും മോഹിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ മോഹിപ്പിക്കുന്നതായിട്ടുള്ള നാരായണനെ ഞാനിതാ അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് തൃപ്പാദം മാത്രം ശരണം എന്ന് സദാസമയത്തും ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ശിവപാർവതിമാർ ആകാശത്തു കൂടെ പോവുക. അപ്പോൾ പാർവതി പറഞ്ഞു, ഇതാ നരനാരായണന്മാരിരിക്കേണ്ട നരനാരായണന്മാരെ അനുഗ്രഹീതനായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി ആയിരിക്കണം. നമുക്കൊന്ന് കാണില്ലേ, പോവല്ലേ? ശരി. അപ്പോൾ മഹർഷിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മഹാദേവനും പറഞ്ഞു, എനിക്കും ഈ ഭക്തനെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ സത്സംഗം ഇച്ഛിക്കുന്നവരാണല്ലോ. ഇദ്ദേഹമാണെന്ന് വെച്ചാൽ നിസ്പൃഹനാണ്, നിഷ്കിഞ്ചനാണ്, ഒരാഗ്രഹമില്ല, മോക്ഷം പോലും വേണ്ട. സത്സംഗം കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഗുണം കിട്ടും, അങ്ങോട്ട് പോവുക, പിന്നെ സംവാദം ആവാമല്ലോ. ഇങ്ങനെ പറഞ്ഞു അവിടെ ചെന്നു. അപ്പോൾ കണ്ണടച്ചിരിക്കുക. ശിവപാർവതിമാർ മുമ്പിൽ വന്നിട്ടും കണ്ടില്ല, കണ്ണ് തുറന്നില്ല. അപ്പോൾ ശിവൻ നാരായണനായിട്ട് അകത്തേക്ക് പ്രവേശിച്ചു, ശിവനായിട്ട് മാറി. നാരായണൻ ശിവനായിട്ട് മാറിയത് കണ്ടപ്പോൾ പരിഭ്രമിച്ചു, കണ്ണ് തുറന്നപ്പോൾ ഉണ്ട് നീലലോഹിതനായിട്ട് മുമ്പിൽ നിൽക്കണു. ഭഗവാനെ മഹാദേവനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം നമസ്കരിച്ചു. 3 തൃക്കണ്ണ്, 10 കയ്യ്, 5 തല, പുലിത്തോലെടുത്ത് ആനത്തോലെടുത്ത് ആനത്തോൽ ഉത്തരീയായിട്ടിട്ട് അഭയവരത ശംഖ് ശൂലം കട്വാംഗം പരിച ജപമാല ഉടുക്ക് കപാലം വാള് വില്ല് 100 കൈകളോട് കൂടിയിട്ടുള്ള മഹാദേവനെ അവിടെ കണ്ടുവന്ന പാമ്പ് ആഭരണങ്ങളായിട്ട്. അപ്പോൾ സമാധി വിട്ടു, ഉണർന്നു, കണ്ണ് തുറന്നു നോക്കിയപ്പോൾ 2 പേരെയും കണ്ടു, ശിവപാർവതിമാരെ. ലോക ഗുരുവായിട്ടുള്ള ഭഗവാനെ പാർവതിയുടെ പതിയെ കണ്ടു. സ്വീകരിച്ചു, ഇരുത്തി, പൂജിച്ചു. പൂർണ്ണകാമനായിട്ടുള്ള ഭഗവാനെ എനിക്ക് കാണാൻ സാധിച്ചല്ലോ. സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനെ, മഹാദേവ, അങ്ങയെ ആനന്ദസ്വരൂപനായിട്ടുള്ള മംഗളസ്വരൂപനായിട്ടുള്ള ത്രിഗുണാതീതനായിട്ടുള്ള ത്രിമൂർത്തി ഭാവം പൂണ്ട് സൃഷ്ടാദി ചെയ്യുന്നതായിട്ടുള്ള ഈ രുദ്രനായി സംഭരിച്ച് ഏകാദശരുദ്രന്മാരായിട്ട് വന്ന, അങ്ങനെയില്ല, എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തു തരേണ്ടത്? സ്തുതി കേട്ടപ്പോൾ സന്തോഷിച്ച് മഹാദേവൻ പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് യാതൊരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള അങ്ങ്, മായ കണ്ട് സംതൃപ്തനായിട്ടിരിക്കുന്ന അങ്ങ് സജ്ജനമാണ്, സത്സംഗം ആഗ്രഹിച്ചാണ് ഞങ്ങൾ വന്നത്. അങ്ങയ്ക്കും ആഗ്രഹങ്ങളില്ല, ഞങ്ങൾക്കും ആഗ്രഹങ്ങളില്ല. ഇപ്പോൾ പാർവതി ഉണ്ടല്ലോ കൂടെ, ലോകമാതാവാണ്. ജഗത പിതരവ് വന്ദേ പാർവതി പരമേശ്വരവും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങക്ക് എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. ശാന്തരായിട്ടുള്ള ബ്രാഹ്മണർക്കൊന്നും ആഗ്രഹമില്ല എന്ന് ഞങ്ങൾക്കറിയാം, എന്നാലും എന്തെങ്കിലും ഒന്ന് ഇതൊന്നും കാണില്ല. എന്നാലും ഞങ്ങൾ ബ്രാഹ്മണരെ സദാ പൂജിക്കുന്നു. മഹാദേവൻ പറയാ, അങ്ങേ ഇതാ ഞങ്ങൾ അങ്ങോട്ടാണ് പൂജിക്കുന്നത് കേട്ടോ. തീർത്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ, ബ്രാഹ്മണ സേവ, ഇതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈശ്വരത്വത്തെ പ്രാപിക്കാൻ സാധിക്കുന്നത്. ഈശ്വരത്വം ഒരു കഴിവാണ്. അപ്പോൾ അത് ചെയ്യാൻ സാധിക്കുന്നത് ബ്രാഹ്മണരുടെ പ്രവൃത്തി കൊണ്ടാണ്. ആ ബ്രാഹ്മണ്യത്തെ ഞങ്ങളിതാ പൂജിക്കണം. അന്ന് അങ്ങ് ബ്രഹ്മജ്ഞാനിയാണ്. അങ്ങനെയുള്ള സജ്ജന ബ്രാഹ്മണരെ കണ്ടാൽ മതി, ശുദ്ധനാവുന്നു. സത്സംഗം ഇതാണ് വേണ്ടത്. എല്ലാവർക്കും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ ശുദ്ധരാകും. ഈ ഞങ്ങളുടെ രൂപം തന്നെയാണ് വേദം, തപസ്, ജ്ഞാനം, സമാധി. അതെല്ലാം രൂപം സ്വീകരിച്ചായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി ആയിട്ടുള്ള അങ്ങയെ ഇതാ ഇപ്പം ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ പാപങ്ങളൊക്കെ തീർന്നു, ഞങ്ങളുടെ കടമകളൊക്കെ തീർന്നു. പരമജ്ഞാനം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ലോകം മുഴുവൻ ശുദ്ധമായിരിക്കുന്നു. സജ്ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സംവരിച്ച കാറ്റ് തട്ടിയാൽ മതി, സച്ചിദാനന്ദത്തെയാണ് ലഭിക്കുക. ഇങ്ങനെയൊക്കെ മഹാദേവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ മഹർഷിക്ക് കുറച്ചൊരു പ്രയാസം. പക്ഷേ മഹർഷിക്ക് ഈ വാക്കുകളൊക്കെ നാരായണൻ്റെ വാക്കായിട്ട്, മഹാദേവൻ്റെ വാക്കായിട്ട്, പാർവതിയുടെ വാക്കായിട്ട്, ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ട് അത് നല്ലോണം അമൃത പോലെ പാനം ചെയ്തു. വിഷ്ണുമായ കണ്ടതിൻ്റെ ആ ദുഃഖം ഉണ്ടല്ലോ, അത് മുഴുവൻ തീർന്നു. ഈ ഈശ്വരലീല ഇത് അപാരം തന്നെ. മഹാദേവനെ തപസ് ചെയ്തു, നാരായണനെ കണ്ടു, നാരായണനെ തപസ് ചെയ്തു, മഹാദേവനെ കണ്ടു.
പാർവതി ഇതാ ഒപ്പം നിൽക്കണം. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ധർമ്മം തന്നെ സ്വരൂപം സ്വീകരിച്ച് വന്നതായിട്ടുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള ഭഗവാന്മാരെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങയ്ക്ക് പ്രപഞ്ചബന്ധമില്ല. ത്രിഗുണാതീതനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള മംഗളസ്വരൂപനായിട്ടുള്ള പരമാർത്ഥ മാർഗത്തെ, വേദത്തെ ഉപദേശിച്ചതായിട്ടുള്ള അങ്ങ്, മുക്തിദീപത്തെ പറഞ്ഞു തന്നായിട്ടുള്ള അങ്ങ്, ഇത് ഞാൻ ആഗ്രഹിക്കാതെ കണ്ട് എനിക്ക് തന്ന ദർശനമല്ലേ, ഇത് മഹാ അനുഗ്രഹം തന്നെയാണ്. എന്നാലും ശരി, എനിക്ക് അങ്ങേതാ ഞാൻ ആശ്രയിക്കുക എന്ന ഭാവത്തിൽ അതിനുള്ള അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു വരം വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ എനിക്ക് വരമൊന്നും വേണ്ട, എങ്കിലും ഭഗവാനിലും നാരായണനിലും ശിവനിലും ഉറച്ചതായിട്ടുള്ള ഭക്തി തരണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. പരമാത്മാവിൽ ഭക്തി ഉണ്ടാവണം, ഭഗവാനിലെ ശിവനിലെ ഭഗവതിയിലെ ഭക്തി ഉണ്ടാവണം, ഭക്തന്മാരിലും ഭക്തി ഉണ്ടാവണം. തൽ പരേഷു ആണ്, ഭഗവാനിലും ഭക്തന്മാരിലും ഭക്തി ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. അതേപോലെ എന്താഗ്രഹിച്ചാലും നടക്കും. ഭഗവാൻ പറയാം, അനുഗ്രഹിക്കുക. അങ്ങ് കൽപ്പാവസാനം വരെ അങ്ങേക്ക് ആയുസൻ്റെ ജരാനര ബാധിക്കില്ല, കീർത്തി ഉണ്ടാവും, ത്രികാല ജ്ഞാനം ഉണ്ടാവും, വൈരാഗിയാവും, വിജ്ഞാനിയാവും, ജ്ഞാനം വിജ്ഞാനത്തോട് കൂടിയിട്ട് ജ്ഞാനിയാവും, ബ്രഹ്മ തേജസ് ഉണ്ടാവും, പുരാണാചാര്യനായിട്ട് എല്ലാവരും അങ്ങയെ അറിയുകയും ചെയ്യും. ദ്വന്ദ്വത്തെ കടക്കുക, അദ്വന്ദ്വത്തെ പരത്തുക എന്ന ആ വിധി അങ്ങ് നടത്തും. അപ്പോൾ പുരാണാചാര്യനായിട്ട് നമ്മൾ ഈ മാർക്കണ്ഡേയ മഹർഷിയെയും നമ്മൾ കൂട്ടിച്ചേർത്തു. 7+1 8. ഇങ്ങനെ അനവധി വരങ്ങൾ നൽകി മഹാദേവനും പാർവതിയും മറഞ്ഞു. അവരെ സംതൃപ്തരായിട്ടാണ് മാർക്കണ്ഡേയൻ്റെ ഈ മായ കാണൽ, ശിവഭക്തി, ശിവൻ പാർവതിയും കൂടിയിട്ട് ഈ മാർക്കണ്ഡേയ മഹർഷിയെ അനുഗ്രഹിച്ചത്. ഭഗവാൻ നാരായണനായിട്ട് വന്ന് മായ കാണിച്ചു കൊടുത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും തീർത്ത് കാലനെ പോലും ജയിച്ചതായിട്ടുള്ള, മരണത്തെ ജയിച്ചതായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി വീണ്ടും തപസ് തുടർന്നു. അതേപോലെ തന്നെ ഈ ഭാർഗവകുലത്തെ മുഴുവൻ, അതേപോലെ തന്നെ ഭൂമിയിലുള്ള എല്ലാവരെയും രക്ഷിക്കുക എന്ന ഭാവവും മാർക്കണ്ഡേയ മഹർഷിയാൽ ചെയ്യപ്പെട്ടു. സൂതം പറയാണ്, ശൗനക മഹർഷി, ഈ പ്രളയം ക്ഷണം നേരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷേ ലക്ഷവർഷ അനുഭവമാണ് ആ മാർക്കണ്ഡേയ മഹർഷിക്ക് തോന്നിയത്. അതാണ് നാരായണൻ്റെ മായ, അതാണ് ഭഗവാന്റെ മായ. ആ മായയെ ജയിച്ച മാർക്കണ്ഡേയ കഥ സ്മരിച്ചാൽ മതി, കർമ്മവാസന തീരും, മുക്തി കിട്ടും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ ഭഗവാനെ, ഭക്തന്മാരെ, ഇതേപോലെയുള്ള ത്രിമൂർത്തി ഭാവത്തെ, പുരാണാചാര്യന്മാരെ, വ്യാസനെ പോലെയുള്ള, മാർക്കണ്ഡേയനെ പോലെയുള്ള മഹാഋഷികളെ, ശ്രീശുഖബ്രഹ്മർഷിയെ പോലെയുള്ള അവധൂതന്മാരെ നമുക്ക് നമസ്കരിക്കാം. കൃഷ്ണൻ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. മാർക്കണ്ഡേയ കഥ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ.